കുക്ക് ശ്വേതയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നാം നോക്കുന്നത് നൈജീരിയൻ ജൊലോഫ് റൈസിനെ കുറിച്ചുള്ള ഒരു ലഘുവിവരണമാണ്. ഇന്ത്യയിലിരുന്ന് ആദ്യമായി അന്താരാഷ്ട്ര വിഭവങ്ങൾ പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന തുടക്കക്കാർക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഉഗ്രൻ സ്മോക്കി രുചിയുള്ള നൈജീരിയയിലെ ഏറ്റവും ഫേമസ് ആയൊരു വിഭവമാണിത്. ഒന്നാമതായി ഇതിനു വേണ്ട ചേരുവകൾ എന്തൊക്കെയെന്ന് പെട്ടെന്ന് നോക്കാം. 2 കപ്പ് ബാസ്മതി അരി, 3 തക്കാളി, 2 ചുമന്ന ക്യാപ്സിക്കം, 2 വലിയ സവാള, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 3 ടേബിൾ സ്പൂൺ തക്കാളി പേസ്റ്റ്, പിന്നെ കുറച്ച് കറി പൗഡർ, ഉണങ്ങിയ തൈം, ബിരിയാണി ഇല, 3 കപ്പ് ചിക്കൻ സ്റ്റോക്ക് അല്ലെങ്കിൽ വെള്ളം, 1/4 കപ്പ് എണ്ണ, പാകത്തിന് ഉപ്പ്. കേൾക്കുമ്പോൾ നമ്മുടെ ബിരിയാണിയാണോ എന്ന് തോന്നും അല്ലേ? പക്ഷേ ആ തൈമും തക്കാളി പേസ്റ്റുമാണ് ഇതിനെ വേറൊരു ലെവലാക്കുന്നത്. രണ്ടാമതായി ഇതിന്റെ മസാല തയ്യാറാക്കുന്ന വിധം പറയാം. തക്കാളിയും ക്യാപ്സിക്കവും 1 സവോളയും എരിവിന് പച്ചമുളകും ചേർത്ത് നന്നായി അരച്ചെടുക്കുക. എന്നിട്ട് എണ്ണയിൽ സവാള വഴറ്റി തക്കാളി പേസ്റ്റ് ചേർത്ത് പച്ചമണം മാറുന്നതുവരെ ഇളക്കണം. ഇതിലേക്ക് നമ്മൾ അരച്ചുവെച്ച മിശ്രിതവും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ബാക്കി മസാലകളും ചേർത്ത് എണ്ണ തെളിയുന്നതുവരെ തിളപ്പിച്ചെടുക്കുന്നതാണ് ഇതിന്റെ ആ ഒരു ബേസ്. അവസാനമായി ഇതിന്റെ കുക്കിങ്ങും ആ സ്മോക്കി എഫക്റ്റും. കഴുകിയ അരിയും ചിക്കൻ സ്റ്റോക്കും ഉപ്പും ഈ മസാലയിലേക്ക് ചേർത്ത് നന്നായി അടച്ചുവെച്ച് ചെറിയ തീയിൽ ഒരു 20-25 മിനിറ്റ് വേവിക്കുക. ഇവിടെയാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. ചോറ് വെന്ത ശേഷം പാത്രത്തിന്റെ അടിയിൽ ചെറുതായി കരിയാൻ നമ്മൾ അനുവദിക്കണം. സാധാരണ നമ്മൾ അടിപിടിക്കുന്നത് ഒഴിവാക്കാറാണ് പതിവല്ലേ? പക്ഷേ ആ കരിയലാണ് ഈ വിഭവത്തിന് ഒറിജിനൽ നൈജീരിയൻ സ്മോക്കി ഫ്ലേവർ കൊടുക്കുന്ന ആ സീക്രറ്റ്.